ഇയാളുടെ ആ വീഡിയോ പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇയാളെ തിരിച്ചറിയാൻ പോലും കഴിയില്ലായിരുന്നു. ആ കൈയുടെ ഒരു അടയാളം എന്നതിനപ്പുറത്തേക്ക് നമ്മൾ നേരത്തെ കണ്ട പോലീസ് പുറത്തുവിട്ട ആ ഗോവിന്ദച്ചാമിയുടെ ദൃശ്യങ്ങളുമായി അല്ലെങ്കിൽ ഫോട്ടോയുമായി പുലബന്ധം പോലും ഇല്ല ഇപ്പോൾ പിടിച്ച ഗോവിന്ദച്ചാമിക്ക്. കാരണം ജയിലിൽ ഇങ്ങനെ മുടിയൊക്കെ നീട്ടി വളർത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യമൊക്കെ ബാക്കിയാകുന്നുണ്ട്. തീർച്ചയായും അശ്വതി, അത് വളരെ പ്രധാനമാണ്. ആ ഫോട്ടോയുമായി യാതൊരു ബന്ധവും ഇയാളെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ, പക്ഷേ അത് കൃത്യമായി ഒരാൾക്ക് അത് മനസ്സിലായതുകൊണ്ടാണ്, അയാൾക്ക് ഒരു സംശയം തോന്നിയുകൊണ്ട് മാത്രമാണ് ഇയാളെ പിടിയിലാകുന്നത്. നമുക്കറിയാം, രാവിലെ ആശങ്കയുടെ മണിക്കൂറുകളായിരുന്നു. ആ പ്രദേശത്തെ അമ്മമാരും അതുപോലെ തന്നെ സ്ത്രീകളും ഒക്കെ വലിയ തോതിൽ ആശങ്കയായിരുന്നു. കാരണം അത്രത്തോളം ഇയാൾ സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടത്തുന്ന ഒരാളാണ്. ഒരു ദയയും തോന്നാത്ത രീതിയിൽ അത്രത്തോളം അതിക്രമം നടത്തുന്ന ഒരാളാണ് ഇയാൾ. അതുകൊണ്ട് തന്നെ വലിയ ഭയത്തോടെയായിരുന്നു ആ പ്രദേശം ആകെ ഉണ്ടായിരുന്നത്. അതീവ ജാഗ്രതാ നിർദ്ദേശം പോലീസ് നൽകിയിരുന്നു ആ പ്രദേശത്തെ വീട്ടമ്മമാർക്കൊക്കെ. പക്ഷെ ഈ 10:45 ഇയാൾ പിടിയിലായതോടുകൂടിയാണ് അത് വലിയ ആശ്വാസമായത്. അല്പസമയത്തിനകം തന്നെ ഇയാളെ ഇപ്പോൾ ഈ ജയിൽ ചാടിയ സ്ഥലത്തേക്ക് ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നുണ്ട്. അത്തരം നടപടികളിലേക്ക് ഇപ്പോൾ പോലീസ് കടക്കുമെന്നാണ് നമുക്ക് ഏറ്റവും പുതുതായി നൽകാൻ. ഇയാളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും മാറ്റാൻ പോവുകയാണ്. വിയ്യൂർ സെൻട്രൽ ജയിലിലേക്കാണ് ഇയാളെ മാറ്റിപ്പാർപ്പിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത്തരം നടപടികളും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാവുകയാണ് അശ്വതി. ഇതിൽ എങ്ങനെയാണ് ഇത്രയും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് നിന്നും ഒരുപാട് ക്രിമിനലുകളുള്ള വലിയ തോതിലുള്ള ക്രിമിനലുകളുള്ള സ്ഥലത്ത് നിന്നും ഇയാൾക്ക് എളുപ്പത്തിൽ മതിൽ ചാടി ഇത്തരത്തിൽ കടക്കാൻ കഴിഞ്ഞു? അതായത് 3-4 മണിക്കൂർ കൊണ്ടാണ് ഇയാൾ ഈ ജയിലിന് പുറത്ത് എത്തിയതും വസ്ത്രം മാറിയതും ഇയാൾ 5 കിലോമീറ്ററോളം ദൂരം ഇത്തരത്തിൽ എത്താൻ സാധിച്ചതും. അത് ഗൗരവമായി ഈ അന്വേഷണം ഉണ്ടാകണം. 4 ഉദ്യോഗസ്ഥരെ എതിരെ മാത്രം നടപടിയെടുത്താൽ മാത്രം ഒതുങ്ങുന്നതല്ല. അതിനപ്പുറം കൃത്യമായി ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്ന കാര്യം, ഇയാൾക്ക് തനിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അത് അസാധ്യമെന്ന് പറയേണ്ടി വരും. ഇത്രയും കണ്ണൂർ പോലീസുള്ള ഒരു സെൻട്രൽ ജയിലിൽ നിന്ന്, പ്രത്യേകിച്ച് 10ാം ബ്ലോക്ക് നമുക്കറിയാം. ആ 10ാം ബ്ലോക്കിൽ ഒരു മതിൽ അതിന് ചുറ്റുമുണ്ട്. അതിനുശേഷം ആ മതിൽ ചാടിയാണ് ഇയാൾ രണ്ടാമത്തെ മതിൽ, കൂറ്റം മതിൽ 7 മീറ്ററോളം ഉയരമുള്ള ആ മതിലും കടന്ന് പുറത്തേക്ക് വരുന്നത്. ഇതിൽ കൃത്യമായ സഹായം ഇയാൾക്കുണ്ട്. ഈ വൈദ്യുതി കമ്പി അത് ഓഫ് ചെയ്ത് കൊടുത്ത് ഇയാൾ സഹായിച്ചതാണോ? 24 മണിക്കൂർ നിരീക്ഷിക്കേണ്ട ക്യാമറ എന്തുകൊണ്ട് ഈ 1:15 CCTVയിൽ ഇയാൾ ഈ ജയില് ഇത് പുറത്തേക്ക് കടക്കുന്നതും മതിൽ ചാടുന്നതൊക്കെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത്? അങ്ങനെയെങ്കിൽ 1:15 മുതൽ ഈ 5 മണി വരെ ഇയാൾ പുറത്ത് കടക്കുന്നവരെ ക്യാമറ നിരീക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇത്തരം ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ജയിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ട്. ഇന്ത്യ കണ്ട കൊടും കുറ്റവാളിയാണ് ഇയാൾ. നേരത്തെ അത് സൗമ്യയുടെ അമ്മ പറയുന്നത് നമുക്ക് കേൾക്കാമായിരുന്നു. അത്രത്തോളം ഒരു സങ്കടപ്പെട്ട് നിൽക്കുന്ന, കണ്ണീരുമായി നിൽക്കുന്ന അമ്മയുടെ വാക്കുകളിലേക്ക് നമ്മൾ അല്പസമയത്തിനകം പോകും. ബൈജു, ഈ 1.5 മാസം നീണ്ട ആസൂത്രണം, കൃത്യമായ പ്ലാൻ ചെയ്താണ് ഈ ചാടിയിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ബൈജു പറഞ്ഞതുപോലെ ഇത്രയും സുരക്ഷിതമായി ജയിലിൽ നിന്ന് എങ്ങനെ ഗോവിന്ദച്ചാമി കൃത്യമായി ഇങ്ങനെ പുറത്തു കിടന്നു എന്നുള്ളത് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നുമുണ്ട്. അത് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ആക്സോ ബ്ലേഡ് കൊണ്ട് കമ്പി മുറിച്ചു മാറ്റി എന്നതടക്കമുള്ള കാര്യങ്ങൾ, സെല്ലിലെ കമ്പി നേരത്തെ മുറിച്ചു തുടങ്ങിയെന്ന് പറയുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ തന്നെ എത്രയോ കാലങ്ങളായി തുടങ്ങിയ ആസൂത്രണം, പ്ലാനിംഗ് ആണ് ഇന്ന് നടപ്പിലാക്കിയത് ഗോവിന്ദച്ചാമി. തീർച്ചയായും ആ കാര്യത്തിൽ മാസങ്ങളോളം നീണ്ട ആസൂത്രണം ഉണ്ടായി എന്ന് പറയേണ്ടി വരും. അതിനും അപ്പുറം ഈ ജയിലിലെ ഉദ്യോഗസ്ഥർ തന്നെ ഒരു കൊടും കുറ്റവാളിയെ ഇത്തരത്തിൽ രക്ഷപ്പെടാൻ സഹായിക്കുന്ന ഒരു ഘട്ടം, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അത് വളരെ ഗൗരവത്തോടെ പരിശോധിക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ അത്തരം ഉദ്യോഗസ്ഥരെയൊക്കെ നടപടിയെടുക്കേണ്ടി വരും. കാരണം ഒരുപാട് കുറ്റവാളികൾ ഇത്തരത്തിൽ പല തരത്തിലുള്ള സമൂഹത്തിൽ പുറത്തിറങ്ങിയാൽ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരുപാട് കുറ്റവാളികളുള്ള ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ. ഇത്തരത്തിൽ നിരവധി ക്രിമിനലുകളുണ്ട്. അവർക്കെല്ലാം പലതരത്തിലുള്ള ഒത്താശ അങ്ങനെയെങ്കിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം നേരത്തെ മദ്യം ഇവിടെ എത്തിച്ചു കൊടുക്കുക, മൊബൈൽ ഫോൺ നിരോധിച്ച മൊബൈൽ ഫോണുകൾ എത്തിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ സിഗരറ്റ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഇപ്പോൾ ഇയാൾ ജയിൽ ചാടി എന്ന് പറയുന്ന ആ സ്ഥലത്ത് കൂടി എറിഞ്ഞ് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം അവിടെ പോലീസ് സുരക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊന്നും കാണാനില്ല. അവിടെ ആർക്ക് വേണമെങ്കിലും അതുവഴി കിടക്കാം, അല്ലെങ്കിൽ മദ്യക്കുപ്പിയൊക്കെ എറിഞ്ഞു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ജയിൽ പുള്ളികൾക്ക് നേരത്തെ ഉണ്ടായിരുന്നത്. അത്തരം കാര്യങ്ങൾ നടത്താം. അതുപോലെ ഇത്തരം ഒരുപാട് വഴിവിട്ട നിയമവിരുദ്ധമായ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അത് നേരത്തെ സുമേഷ് മൊറാന നേരത്തെ വ്യക്തമാക്കുന്ന ഒരു കാര്യം, റിപ്പർ ചന്ദ്രൻ പോലും ഉണ്ടായിരുന്ന അത്രയും സുരക്ഷ നൽകാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇത്രത്തോളം സുരക്ഷ നൽകാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇയാൾ രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായും ഇയാൾക്ക് സഹായം കിട്ടിയിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് ജയിലിനകത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ടാകാം, സഹതടവുകാരെ സഹായം
സഹായിച്ചിട്ടുണ്ടാവാം, അതിന് പിന്നിൽ പുറത്തുനിന്ന് ആരാണ് ഇതിനെ സഹായിക്കുന്നത്, അത്തരം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഏതായാലും ഇതിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ജയിൽ DIG ഇവിടെ കണ്ണൂരിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ എത്തുന്ന ഒരു ദിവസം തന്നെയാണ് ഇയാൾ രക്ഷപ്പെട്ടത് എന്നതാണ് അതിൽ മറ്റൊരു കാര്യം. കാരണം ഇവരുടെ ശ്രദ്ധ ഈ ജയിൽ DIG വരുന്നതുമായി ബന്ധപ്പെട്ട് മറ്റ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിയുന്ന സമയത്താണ് ഇയാൾ ഈ ഒരു ദിവസം തെരഞ്ഞെടുത്തത്. അത് ആസൂത്രണം കൃത്യമായി ഇയാൾക്ക് ആസൂത്രണമുണ്ട്. ഒരു കൂസലും ഇല്ലാതെ തുറിച്ചു നോക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒരു പക്ഷേ ഒരു ഭയം തോന്നുന്ന രീതിയിലായിരുന്നു ഇയാളുടെ തുറിച്ചു നോട്ടം. ഇപ്പോൾ അല്പസമയം മുമ്പ് ആശുപത്രിയിൽ പോകുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. എന്തായാലും ഇയാളുടെ വസ്ത്രം അത് എങ്ങനെ കിട്ടി, ഈ താടി വളർത്താൻ ആരാണ് ഇയാൾക്ക് അനുമതി നൽകിയത്, CCTV ക്യാമറകളൊക്കെ നിരീക്ഷിക്കാത്ത സാഹചര്യം എന്താണ്, ഈ വൈദ്യുതി വേലി അതെന്തുകൊണ്ട് പ്രവർത്തനരഹിതമായി, ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ട്. വൈകാതെ തന്നെ ഇതിന്റെ ഒരു വിശദീകരണം ഉണ്ടാവും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും. അശ്വതി, അതാണ് മറ്റൊന്ന് നാട്ടുകാർ സഹായിച്ചതിന് ഗോവിന്ദച്ചാമിയെ പിടികൂടാൻ അധികവും സഹായിച്ച നാട്ടുകാരുടെ പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞ ആ നാട്ടുകാരൻ ഇയാളെ കണ്ടു എന്ന് കൃത്യമായി പോലീസിനെ അറിയിച്ച ആ സമയമൊക്കെ വളരെ നിർണായകമാണ്. അതിൽ നാട്ടുകാരെ അഭിനന്ദിക്കുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അഭിനന്ദനമൊക്കെ വരുന്നുണ്ട്. തെളിവെടുപ്പ് ഉടൻ ഉണ്ടാകുമെന്നറിയുന്നു. ഈ സാധാരണ പീഡന കേസിലെ പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ തെളിവെടുപ്പിനൊക്കെ എത്തിക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രകോപനമൊക്കെ നാട്ടുകാരുടെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവനെ ഇങ്ങ് വിട്ടുതാ എന്നൊക്കെ പറഞ്ഞുള്ള വലിയ ആക്രോശിച്ചുകൊണ്ട് അടുക്കുന്നതും വലിയ പോലീസ് കാവലിലാണ് അങ്ങനെ കൊണ്ടുവരാറും ഒക്കെ ഉള്ളത്. അങ്ങോട്ടേക്കാണ് ഈ ഗോവിന്ദച്ചാമി ഇറങ്ങി വന്നതെന്നുള്ളതാണ് മറ്റൊരു കാര്യം. അങ്ങനെ നാട്ടുകാർ കൂടിയാണ് പിടിച്ചത്. ഈ കിണറ്റിൽ നിന്ന് പിടിച്ചു കയറ്റുന്ന ദൃശ്യങ്ങളിലൊക്കെ നാട്ടുകാരും ഉണ്ടല്ലോ. എന്താണ് അവരുടെ ഒരു പ്രതികരണം ഏത് രീതിയിലായിരുന്നു? അശ്വതി, നമ്മള് സാക്ഷിയായിരുന്നു ആ സമയത്ത്. കാരണം കൃത്യമായി ആദ്യമായി നമ്മളാണ് ഈ സംഭവം ഇയാളെ ഇതിനകത്ത് കണ്ടെത്തിയപ്പോൾ തന്നെ നമ്മൾ ആ പരിസരത്തുണ്ടായിരുന്നു. അതായത് തൊട്ടരികിലായിരുന്നു ഗോവിന്ദച്ചാമിയും ക്യാമറാമാൻ സുമേഷ് മൊറായും ഉണ്ടായിരുന്നത്. അത്ര അടുത്തുണ്ടായിരുന്നു. ഇയാൾ ആക്രമിക്കാൻ അവിടെ തെരച്ചിൽ നടത്തുന്നവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും പിന്നീട് അവിടെ നിന്ന് മുകളിലേക്ക് ഓടിക്കയറുന്ന സാഹചര്യമുണ്ട്. അവിടുന്ന് ഇയാളെ പിടിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. അവിടുന്ന് ചാടി വലിയൊരു മതിൽ ചാടി തൊട്ടപ്പുറത്തുള്ള കിണറ്റിൽ ഒളിച്ചു ഇരിക്കുന്ന സമയത്ത് പിന്നീട് അയാൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാത്ത സമയത്താണ് ഇയാൾ ഇങ്ങനെ ഈ പോലീസിന്റെ കുറുക്കിൽ പെടുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇയാൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയേരെ. കാരണം എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കൊടും ക്രിമിനലാണ് ഇയാൾ. രക്ഷപ്പെടാൻ എന്ത് വഴിയും സ്വീകരിക്കും. ഒരു കൈ മാത്രമേ ഉള്ളൂവെങ്കിലും ഇയാൾ അതിബലവാനാണ്. ഒരു ട്രെയിനിൽ നിന്ന് മറ്റൊരു ട്രെയിനിലേക്ക് ചാടുന്ന ഒരു സ്വഭാവം ഇയാൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആകണം വളരെ നിഷ്പ്രയാസ മതിൽ ഒരു പുതപ്പ് മാത്രം ഉപയോഗിച്ച് കൃത്യമായി അത് ഇയാൾ അവിടെ നിന്നും നൂറിന് ഇറങ്ങി വന്ന് അത്തരത്തിൽ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. നാട്ടുകാർ വലിയ തോതിൽ പ്രകോപനമുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഒരു സംയമനം പാലിച്ചു എന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ക്രിമിനൽ ഇവർ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വലിയ പ്രകോപനം ഉണ്ടായാൽ അയാൾക്ക് ജീവന് പോലും അപകടം സംഭവിക്കാവുന്ന രീതിയിലുള്ള ആളുകളാണ് അവിടെ തടിച്ചുകൂടിയിരുന്നത്. ഭയത്തോടെയായിരുന്നു അവിടെയുള്ള വീട്ടമ്മമാരൊക്കെ കഴിഞ്ഞിരുന്നത്. രാവിലെ നമുക്ക് കാണാം അവർ വീട്ടമ്മമാരുടെ മുഖത്തൊക്കെ ഭയപ്പാടുണ്ടായിരുന്നു. കാരണം ഏത് സമയത്തും തങ്ങളുടെ വീടുകളിലേക്ക് എത്താം. ഒരു പക്ഷേ തങ്ങൾ വാതിൽ തുറന്നിട്ടാൽ അതിന്റെ അകത്ത് കയറി ചിലപ്പോൾ ഒളിച്ചിരിക്കാം. എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യമാണ്. ആ മേഖലയൊക്കെ കിലോമീറ്ററോളം 5 കിലോമീറ്ററാണ് ഇയാൾ നടന്ന് ഇവിടെ എത്തിയതെന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ നിന്നും റെയിൽവേ സ്റ്റേഷനായിരിക്കും ഇയാൾ ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നത്. ഇയാൾ രാത്രി ഇത്ര സമയം ഏത് സമയത്താണ് കൃത്യമായി ഇയാൾ അവിടുന്ന് ജയിലിൽ നിന്നും എത്തിയത്, അതൊക്കെ